പറയൂ, എന്താ വിളിച്ചേ? നിന്നെ വിളിക്കട്ടെ ഞാൻ വന്നത്. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കെട്ടാൻ പോവാ. നിനക്കൊരു സമ്മാനം തരട്ടെ ഞാൻ. ഞാൻ അകത്ത് വരട്ടെ, നമുക്കൊന്നിച്ചിരുന്ന് കാര്യങ്ങൾ പറയാം. വരട്ടെ. ഞാനകത്ത് വരട്ടെ, ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ പറയാം. വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ മുഖവരയോടെ ഞാൻ കാർത്തിക എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. 10 വർഷം മുമ്പ് ഓടിക്കളിച്ച് നടന്ന കാലത്ത് കാൽവഴുതി വീഴുകയും പിന്നീട് എണീറ്റ് നടക്കാനാകാതെ ജീവിതകാലം മുഴുവനും 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 5ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിക്കുകയും പിന്നീട് വീട്ടിലിരുന്ന് സ്വയം പഠിച്ച് അറിവ് നേടുകയും ചെയ്തിരുന്നു. ഈ 5ാം ക്ലാസ്സുകാരി കൈവിരലുകൾ മാത്രം ചലിപ്പിച്ചുകൊണ്ട് എഴുതിക്കൂട്ടിയ കുറെ രസകരമായ കവിതകളുടെയും സ്വന്തമായി വരച്ച കുറേയധികം ചിത്രങ്ങളുമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ ബഹുമാന്യായ ശ്രീ വിദ്യാഭ്യാസ മന്ത്രി സുഭാഷ് കുറുപ്പ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനു മുൻപ് നമ്മുടെ പ്രിയങ്കരിയായ കവയത്രി കാർത്തികയെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ സുഭാഷ് കുറുപ്പ് സാറിനെ കാർത്തികയുടെ പുസ്തക പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ വകുപ്പുകൾ. എനിക്ക് മുമ്പ് നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കാർത്തികയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യരായി ജീവിക്കുന്ന നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് അറിയാനുണ്ട്. ഞാനിവിടെ ഇരുന്ന് കാർത്തിക എഴുതിയ കവിത വായിച്ചു. ഒത്തിരി കവിതകളും പുസ്തകങ്ങളും വായിക്കാറുള്ള ആളാണ് ഞാൻ. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കാർത്തിക ഈ കവിതകളെ അണിയിച്ചൊരുക്കിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. കുട്ടിയുടെ ജീവിതത്തോടുള്ള വീർപ്പുമുട്ടലാണ് ഈ കവിതയെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. പലവർണ്ണമുള്ള ഈ ഭൂവിൻ്റെ മാറിൽ ഒരു കുഞ്ഞു ജീവൻ പിറന്നു. അച്ഛനും അമ്മയും അമ്മുമ്മയും സ്നേഹപുഷ്പങ്ങൾ കൊണ്ടെന്നെ മൂടി. കാർത്തികയുടെ ഈ വരികളും ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നു. എനിക്കിനി പറയാൻ വാക്കുകളില്ല. കാർത്തിക ഇനിയും ഇതുപോലുള്ള ഒത്തിരി നല്ല കവിതകൾ എഴുതണം.
ഈ പുസ്തകം സൗജന്യമാണ്. എല്ലാവരും വാങ്ങണം, വായിക്കണം, കുട്ടിയെ അനുഗ്രഹിക്കണം. നന്നായി വരും. എന്താവശ്യമുണ്ടായാലും ഞങ്ങളെ അറിയിക്കണം. സർക്കാർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ട്. നന്നായി വരും മോളെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ ഒന്നായിട്ട് കാണുന്നത്. വലിയ വലിയ ആൾക്കാരുകൾക്കിടയിൽ ഇരിക്കുന്നതും. എനിക്ക് പഠിക്കണമെന്ന് ഒത്തിരി മോഹം ഉണ്ടായിരുന്നു. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ചതിനാൽ തുടർന്ന് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്കൂളിൽ പോകാൻ കഴിയാത്തതിനാൽ കരഞ്ഞു കരഞ്ഞുറങ്ങിയ രാത്രികൾ ഒത്തിരിയാണ്. പിന്നീട് മനസ്സിലായി ഇതൊന്നും നടക്കാത്ത സ്വപ്നമാണെന്ന്. പക്ഷേ ഇന്നും മനസ്സെവിടെയൊക്കെയോ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഈ അസുഖം മാറിക്കിട്ടാൻ അച്ഛനമ്മമാർ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒടുവിൽ 1 വർഷം മുമ്പ് എന്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങി. ഈ കവിതകളൊന്നും കവിതയാക്കാൻ വേണ്ടി ഞാൻ എഴുതിയതല്ല. എന്റെ മനസ്സിലെ എന്റെ സ്വപ്നങ്ങൾ ഞാനൊരു പേപ്പറിൽ എഴുതി നിറച്ചു. കവിത എഴുതാനും കേൾക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇപ്പോ എന്റെ ജീവിതമാണ് എന്റെ കവിത. കവിതയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. കാർത്തികയുടെ കഴിവിന് പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കാർത്തികയുടെ കഴിവിനെ വാനോളം പുകഴ്ത്തിയാലും മതി വരില്ല. കാരണം 10 വിരലുകൾ മാത്രമാണ് ഇന്നിവിടെ എത്തിച്ചത്. ഈ 10 വിരലിന്റെ പ്രതിഭാസം ഇനിയുമുണ്ട്.